ഇത് നമ്മുടെ നാടിന്റെ ഒരുമയുടെ ഒരു പ്രതീകം കൂടിയാണ്. നാനാജാതി മതസ്ഥരായ മക്കളെല്ലാം നമ്മുടെ സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കൂടി വലിയ ആഘോഷമാകുകയാണ്. അതും വലിയ ദൈവാനുഗ്രഹമാണ്. ഈ നാടിന്റെ വലിയ ഒരു ശക്തിയും കരുത്തുമതാണ്. നമ്മുടെ സഹോദരരെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് ഈ വള്ളംകളിക്ക് ഒരു കളി എന്നതിനേക്കാൾ അപ്പുറം ഒത്തിരി പ്രസക്തിയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മാനവ സമൂഹത്തിന്റെ മൈത്രിയും സ്നേഹവും കരുതലും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒപ്പം നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി വിജയത്തെ എടുക്കാനും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ പരാജയത്തെ മനസ്സിലാക്കാനുമുള്ള കരുത്ത് മനുഷ്യ മനസ്സിനും കിട്ടേണ്ടത് അനിവാര്യമാണ്. അത് ഈ തീയിൽ കുരുത്താൻ വെയിലത്ത് പാടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു വിയർപ്പൊഴുക്കാനും ആളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. വാചകമടി കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കിയാൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ത്യാഗം ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ പേരിൽ ഒത്തിരി ഒരുപക്ഷെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് അത് നിൽക്കരുത്. നാടിന്റെ ഐശ്വര്യമാണത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ആ പൂജാകർമ്മങ്ങൾ നടത്തി അതിനുശേഷം അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ആരാധനായ നിയന്ത്രിക്കുന്ന നയിക്കുന്ന അല്ലെങ്കിൽ ആ നമ്പറുകളൊക്കെ കൊടുക്കുന്ന ആ ഒരു വലിയ ഒരു സ്പോർട്സ്മാനാണ് ഒന്നാം തുഴയായിട്ട് നമ്മുടെ നടുഭാഗം വന്നത്. ഒന്നാം തുഴക്കാരനായിട്ട് എത്തിയിട്ടുള്ളത് സനീഷാണ്. ഒരു റേഞ്ച് സനീഷ് എന്ന് പറയുന്ന സനീഷ് പുന്നമടയാണ്. അദ്ദേഹത്തിന് ഈ ഒന്നാം തുക നൽകുന്നത് NBCയുടെ ആരാധനായ സെക്രട്ടറി ശ്രീ VP നാരായണമൂർത്തി വാർഷികമാണ്. അതിനായിട്ട് അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. താളത്തെ നിയന്ത്രിക്കുന്ന ആളാണ്. നോയൽ കൊല്ലമാണ്. യുവാവാണ്, ശക്തനാണ്. അദ്ദേഹത്തെ ഒരു NBCയുടെ ട്രഷറർ ശ്രീ മനോജ് കുമാർ കണ്ണമംഗലം അദ്ദേഹത്തെ ഇടിയൻ നൽകുന്നതാണ്. നമ്മുടെ NBCയുടെ മുതിർന്ന പൗരൻ 90 വയസ്സിലും ഈ വള്ളംകളിയുടെ ആവേശത്തിൽ വരുന്നത് NBCയുടെ ജോയിന്റ് സെക്രട്ടറി മുതിർന്ന പൗരനായിട്ടുള്ള ഉമ്മീഷായനാണ്. ലേഡി ക്യാപ്റ്റൻ ജോഷി കാവാലത്തിന് ഈ മുസ്ലിം അതിനുള്ള കാര്യങ്ങളും സമാനമായി പ്രിയപ്പെട്ട ക്യാപ്റ്റൻസ്, ഈ ചടങ്ങ് ധന്യമാക്കിയ ചമ്പക്കുളം ബസലിക്ക ഡയറക്ടർ, പിന്നെ നമ്മുടെ പ്രിയങ്കരനായ തിരുമേനി, ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ചടങ്ങുകളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തുകയാണ്. ഈ വരുന്ന നെഹ്റു ട്രോഫിയിൽ നടുഭാഗം ബോട്ട് ക്ലബും കുഞ്ഞുമടം ബോട്ട് ക്ലബും ഒത്തുചേർന്ന് നടുഭാഗം ചുറ്റത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നടുഭാഗം കളിക്കും ഈ വള്ളംകളി പ്രേമികൾക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും കഴിഞ്ഞ തവണ നാരായണദാസ് പറഞ്ഞത് കപ്പിന് ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട കിരീടം ഇത്തവണ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ലോക
വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയർ പറയുന്നു, ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് പൊതുജനങ്ങളാണ്. ഞാൻ ഒരു ബോട്ട് ജീവനക്കാരനാണ്. കുട്ടനാടാണ് എൻ്റെ തട്ടകം. കുട്ടനാട്ടിലെ പൊതുജനങ്ങൾ ഇത്തവണ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തവണ കപ്പ് നടുഭാഗത്ത്. പ്രിയമുള്ളവരെ, ഈ ആത്മവിശ്വാസം നമ്മളെ വിജയത്തിലെത്തിക്കും എന്ന് തീർച്ചയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളം കാരിച്ചാലാണ്. പക്ഷെ നടുഭാഗത്തിന് മറ്റൊരു ഖ്യാതിയുണ്ട്, ഏറ്റവും കൂടുതൽ തവണ ഫൈനലിൽ കളിച്ച വള്ളമാണ് നടുഭാഗം. അങ്ങനെ ഒരു റെക്കോർഡ് നടുഭാഗത്തിന്റെ പേരിലുണ്ട്. ആ നടുഭാഗം വള്ളം പുന്നമടയിൽ എടുത്തുകൊണ്ടുപോയി തുഴയുന്നതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷഭരിതരാണെന്നുള്ള വിവരം നിങ്ങളെ ഏവരെ അറിയിക്കട്ടെ. ഞാൻ അധികം കിടക്കുന്നില്ല, ഇനിയും ഇവിടെ ചടങ്ങുകളേറെ നടക്കാനുണ്ട്. അതിനാൽ നടുഭാഗം വള്ളത്തെ വിജയിപ്പിച്ചു കൊണ്ടുവരുവാനായി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നടുഭാഗം നിവാസികളുടെയും അതോടൊപ്പം തന്നെ പുന്നമട നിവാസികളുടെയും പ്രാർത്ഥനാ സഹായവും അതോടൊപ്പം നമ്മുടെ പരിശ്രമം കൂടി ചേരുമ്പോൾ ഇത്തവണ നെഹ്റു ട്രോഫി നമ്മുടെ തട്ടകത്തിലെത്തും, നമ്മുടെ കയ്യിലെത്തുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നടുഭാഗത്തിന് നേരുന്നു. വിനയപുരസ്സരം അറിയിക്കുകയാണ്. പിന്നെ ഇപ്പം ഇതിനുശേഷം നമ്മുടെ നടുഭാഗം വള്ളം നമ്മുടെ വമ്പയാറ്റിൽ ഒരു 2 ട്രയൽ നടത്തുന്നുണ്ട്, 2 തുഴച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വളരെ സന്തോഷത്തോടുകൂടി അത് അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ വിജയം നേർന്നുകൊണ്ട് എല്ലാവരും നമ്മളൊരു വലിയ ഒരു വലിയ വിജയം മുന്നേറി നമ്മൾ വരണം. ശരിയാ.
മോനിച്ച നല്ല ഒഴുക്കുണ്ട്. തല മാത്രം ഇങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകണം. നല്ല ഒഴുക്ക കേട്ടോ. കൂമ്പ് ഇങ്ങോട്ട് വേണം. ആ തല ഇങ്ങോട്ട് വരരുത്. ആ അങ്ങോട്ട് പോകണം. പിന്നെ വള്ളത്തെ ചാടി കയറുകയും ചെയ്യല്ലേ. ആ ഇവിടെ ഒരാൾ കൂമ്പി തലതേത്തെ അങ്ങോട്ട് പിടി. കൂമ്പിങ്ങോട്ട് പിടിക്കാൻ വീട്ടത്തിലും കൂമ്പ് വടക്കോട്ട് പോണ്ടേ. ഇറങ്ങി പോകുമ്പോ തുമ്പ് ചുണ്ട് തട്ടി കൊടുത്താൽ മതി. ഇതിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ വടക്കോട്ട് തട്ടെ. വടക്കോട്ട് തട്ടെ. വടക്കോട്ട് തട്ടോ. തട്ടി തിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അതിനാണ് ആള് ഇറങ്ങേണ്ടത്. പഴയ ആലപ്പുഴ